വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഫ്രം എൻ്റെ സ്വന്തം വീട്. അപ്പോൾ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ദിവസങ്ങളിലായിട്ട് അപ്പോഴും ഇപ്പോഴുമൊക്കെയായി എടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നാട്ടിലെ ഗ്യാസ് കഴിയുന്ന പേടിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ഇപ്പോൾ ഗ്യാസ് കിട്ടാനായിട്ട് 45 ഡേയ്സൊക്കെ കിട്ടാനല്ല, ബുക്ക് ചെയ്യാനൊക്കെ 45 ഡേയ്സൊക്കെ എടുത്തിട്ടാണ്. അതായത് ആദ്യം ഗ്യാസ് വന്നിട്ട് 45 ഡേയ്സിന് ശേഷം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയിൽ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് കുറേയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ സാധാ അടുപ്പിൽ. അപ്പോൾ അവർ ഇന്ന് വോട്ടിംഗ് ഇലക്ഷൻ്റെ ദിവസമാണ്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോയി. അതുകൊണ്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കൊന്ന് കൈമാറി അമ്മ. അപ്പോൾ എന്തായാലും അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാം, എനിക്കും കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഉണ്ടായി കണ്ട പട്ടൊക്കെ വെച്ചിട്ട് നമ്മളെ മുട്ടേനെ പറയാം, കവളംപട്ട വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ ചായ ഇങ്ങനെ എന്തായാലും എല്ലാ ദിവസവും അടുപ്പ് കത്തിക്കും. നമ്മൾ ചോറ് മിക്കവാറും അതുമ്മ തന്നെ വെക്കാറ്, ചോറ് അതുമ്മ തന്നെ വെക്കാറ് അടുപ്പിൽ. അപ്പോൾ ചോറോ കുടിവെള്ളം തിളപ്പിക്കുന്നതും ചോറ് വയ്ക്കുന്നതും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇന്ന് വയ്ക്കുക. അപ്പോൾ നല്ല ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അമ്മ ഇവിടെ ചായ വെച്ചിട്ട് അതിവിടെ കൊണ്ടുവയ്ക്കും ചൂടാവാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ചായ കുടിക്കാം, അതിന് കടുപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇവിടെ ഒരു പഴക്കൊല വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചാക്കിലൊക്കെ കെട്ടി വയ്ക്കുക, അപ്പോൾ അതേ വെറുതെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാരിപ്പൂനാണോ കപ്പൂരവള്ളിയാണോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് പാളയംകുളനാണോ എന്ന് എനിക്കറിയാം. പാളയംകുളനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്കിങ്ങനെ കേട്ടോ. തൊട്ടരട്ടിയിലും ഇത് ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരം, അതായത് ഈ കടലക്കറിയാണ്, കടല അധികം എടുത്തില്ല, ഗ്യാസാണ്. അപ്പോൾ കുറച്ച് നേരം കടലൊക്കെ ഇങ്ങനെ കറി ഒഴിച്ചിടും, എന്നിട്ടതൊന്ന് സോക്കാവും, എന്നിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുകയാണ്. ഇടയ്ക്ക് ഉണ്ടാക്കണമുണ്ട്. അച്ഛതേ ഉമ്മർത്ത് മോളുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വിജേഷോടെ കാറ് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഇവിടെ പിന്നെ വണ്ടികൾ നന്നായി നോക്കണ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. വളരെ നന്നായി തന്നെ ഇന്നും കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. ഉള്ളിൽ ഇത് 2 പേര് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ ഈ കഞ്ഞി കൊടുക്കണം കേട്ടോ. അമ്മ എപ്പോഴും കംപ്ലൈൻറ്റാണ്, ഞാൻ കൊച്ചിന് ഫുഡ് കൊടുക്കണില്ല മര്യാദയ്ക്ക്, അതാണ് മോളിങ്ങനെ മെലിഞ്ഞിരിക്കണേ, അതിന് കഞ്ഞിയൊക്കെ കൊടുത്ത് തടി വെപ്പിക്കണം. പിന്നെ ഒരാഴ്ച കൊണ്ട് അമ്മ തടി വെപ്പിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കാം. അമ്മ അവിടെ ചക്ക വെട്ടി പറിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. എലിശ്ശേരി എന്തോ വയ്ക്കാനായിരുന്നു, ഇനി അത് ഞാനും കൂടി ചേർന്ന് പറിച്ചെടുക്കണം. ഞാൻ വരേണ്ടി വരുമല്ലോ ഇതും ഇതാക്കാൻ. അങ്ങനെ ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് എലിശ്ശേരിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ വൈകിട്ടല്ല കേട്ടോ, സന്ധ്യയൊക്കെ മയങ്ങി രാത്രിയായി എന്ന് പറയാം. ആ സമയത്ത് പാർക്കിൽ പോയി. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയപ്പോൾ ഞാനാണ് അവിടെ ഫസ്റ്റ് എത്തിയത്, ഞാനും കുട്ടികളും. അമ്മ അവിടെ കടയിൽ എന്തോ കയറി ആരോടൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സ്വിങ്ങിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ചെന്ന് മിണ്ടര്, ചിലപ്പോൾ മുഖത്ത് പോലും നോക്കില്ല. ഞാനിവിടെ വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കുകയായിരുന്നു. ആരോ പരിചയമില്ലാത്ത ആളായിരിക്കും, ഒരാളും 2 കുട്ടികളും ചെറിയ കുട്ടികളും ഉണ്ട് നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വന്ന് വർത്താനം പറയുന്നുണ്ടായി. അപ്പോൾ അമ്മ ചോദിച്ചു, നീ ഇത് ആളറിയില്ലേന്ന്. അപ്പോൾ ഞാൻ മുഖത്തോട്ട് നോക്കിയത്, ഈശ്വര അതെൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. ഫ്രണ്ടിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിൽ പോണ വഴിക്കാണ് അവരുടെ വീട്. ഈ ചേട്ടൻ്റെ വൈഫിൻ്റെ കയ്യിലെ പണ്ട് ഞാൻ എൻ്റെ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കാറ്. ഒരു പാവം പിടിച്ചൊരു ചേട്ടനായിരുന്നു കേട്ടോ. ആ ചേട്ടനോടൊപ്പം ഞാൻ മൈൻഡ് പോലും ചെയ്യാണ്ട് ഞാൻ അവിടെ നിന്നേ. പിന്നെ വർത്താനം പറഞ്ഞു. ചേട്ടൻ്റെ കൊച്ചുമക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ മക്കളത് കയറി എല്ലാത്തിലും കയറി അങ്ങോട്ട് കസറാണ്, ഒരു രക്ഷയില്ല. ഒക്കെ ഇതിലും കയറി. മോളൊക്കെ ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പിന്നെ ആൾ ഓക്കെ കളിച്ചു കുറേ നേരം.
പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പല്ല് ഡോക്ടറെ അടുത്ത് പോകണമെന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ അറിഞ്ഞില്ല ഈ ശകടത്തിലാണ് പോകാമെന്നുള്ളത്. വീട്ടിലെ കാറിന് എന്തോ ബ്രേക്കിന് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കാറുണ്ടല്ലോ അതെടുക്കുന്നു, അച്ഛന് ജീപ്പ് എടുക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് കാരണം കൊണ്ട് ഞാൻ ദൈവമേ ഡോക്ടറെ അടുത്ത് പോകണ്ടായിരുന്നു എന്ന് തോന്നി. എനിക്കിഷ്ടമല്ല ജീപ്പിൽ പോകാനായിട്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അച്ഛനോട് പൊക്കോളാൻ പറയുമോ, നമുക്ക് ഓട്ടോയ്ക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരിച്ചു വന്നു കേട്ടോ. എനിക്ക് പല്ല് റൂട്ട് കനാൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്. അങ്ങനെ കുറച്ച് ദിവസം നടക്കേണ്ടി വന്നു. പിന്നെ ഇതാ വീണ്ടും നമ്മളുടെ സ്വിസ് ചോക്ലേറ്റ് കിട്ടി. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം വൈകിട്ട് അമ്മ ഇവിടെ റേഷൻ കടയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എൻ്റെ മോളെ കാണിച്ചു വെച്ചേക്കണുണ്ടോ. അമ്മോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കലാപരമായ കഴിവുകൾ എൻ്റെ മോളുടെ മുഖത്തേക്ക് എടുക്കരുതെന്ന്. എന്നാലും എന്തെങ്കിലും എൻ്റെ കണ്ണ് തെറ്റുമ്പോൾ അമ്മ വരച്ച് വയ്ക്കും കേട്ടോ. ഇതേ പണ്ട് നല്ല ഭംഗിയിലൊക്കെ എനിക്ക് ഡാൻസിനൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് തന്നിരുന്നു. ഇപ്പം അമ്മ ഇങ്ങനെ വരച്ച് കൂട്ടി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടേക്ക് മാളയ്ക്ക് പോയി. ഞാനും ചേട്ടനും കൂടിയാണ് കേട്ടോ, കുട്ടികളും കൂടി പോയി. ഞങ്ങൾ ചുമ്മാ പുറത്തിറങ്ങിയതാണ്. മോളെ അരുണിൻ്റെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായി. അവർക്കൊരു കല്യാണമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടി ഷിഞ്ചു ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ അവളുമായിട്ട് നമ്മൾ പോയി. ശരിക്കും ഇതാണ് കേട്ടോ മാളക്കുളം. ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ആ ഒരു പാർക്കിൻ്റെ അടുത്തുള്ളത് മാള ചാലാണ്. എനിക്ക് മാറിപ്പോയതാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ഇങ്ങനെ ഓപ്പൺ ജിം പോലത്തെ ഒരു ഇത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുന്ന വഴി ചേട്ടൻ ഇവിടെ എന്തോ ചേട്ടൻ്റെ ഷർട്ട് എന്തോ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ പോകുന്നതാണ്. അങ്ങനെ അതും വാങ്ങി നമ്മൾ തിരിച്ച് ഫുഡ് രാത്രിയിലേക്കുള്ള ഡിന്നർ പാഴ്സലൊക്കെ വാങ്ങി തിരിച്ചു വീട്ടിൽ പിന്നെ നെക്സ്റ്റ് ഡേ ഇത് കുറേ ദിവസത്തെ വീഡിയോകൾ ഞാൻ അപ്പോഴപ്പോഴൊക്കെ കിട്ടുന്നത് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത് ഒരു ദിവസത്തെ മൊത്തമായിട്ട് കാണിക്കാണ്ട് പല പല ദിവസത്തെ ഈ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഇത് പണ്ട് എനിക്കിഷ്ടമേ അല്ലാത്തൊരു പലഹാരമായിരുന്നു. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കൊതിച്ച് കുറേ നാൾ കൂടി ഇങ്ങനെ കഴിക്കാണ്ടിരുന്നിട്ട് എനിക്ക് കൊതിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേര് മോദകം, പിന്നെ സുഗിയൻ, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര്. ആദ്യമൊക്കെ ഇത് മനുഷ്യന്മാർ കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു പലഹാരമായിരുന്നു. അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സുഗിയൻ, ഐസ്ക്രീം. പണ്ട് അച്ഛൻ എന്ത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും അതിൻ്റെ ആദ്യത്തെ അവകാശം ഞാൻ മാത്രമായിരുന്നു. ഇപ്പോൾ കൊച്ചുമക്കളൊക്കെ ഉള്ള കാരണം ഞാൻ പിന്നിലോട്ട് തള്ളപ്പെട്ടു. എന്തായാലും ഇത് പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇവിടെ വേറെ ആരും കഴിക്കില്ല, ഞാനും അച്ഛനും മാത്രം കഴിക്കുള്ളൂ പൊട്ടുവെള്ളരി. ശരിക്കും ഈ ഒരു പാകമല്ല ഞാൻ പറഞ്ഞു വിട്ടത്. എനിക്കിങ്ങനെ പൊട്ടി ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ ഇരിക്കണേ, ഇത് പഞ്ഞി പോലെ തന്നെ ഇരിക്കണേ, പക്ഷേ ഇങ്ങനെ പൊട്ടി വരണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കത്തി ജസ്റ്റ് ഒന്ന് വെച്ചുള്ളൂ, അപ്പോഴേക്കും കിറന്ന് പറഞ്ഞിട്ട് കയറിപ്പോന്നു കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊരു വികാരമൊന്നുമില്ല ഇത് കഴിക്കാൻ. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ പഞ്ഞി പോലെ പിസ് പിസ് എന്ന് പറഞ്ഞിങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിൻ്റെ കുരുവൊന്നും കളയണ്ട, ഇത് അങ്ങനെ തന്നെ ഒരു ഗ്ലാസ്സിലിട്ട് അങ്ങോട്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് അടിച്ചുകൊണ്ട് കഴിച്ചാൽ മതി എന്ന്. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ടാണ്. കുട്ടികൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കാനൊന്നും ഒരു രക്ഷയില്ല. മോന് ഞാൻ പറഞ്ഞില്ലേ, അവന് കുളം, ബീച്ച് ഇതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ബീച്ചിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല ഈ വെയിലത്ത്. പിന്നെ വെയിലാരും നമ്മളവിടെ എത്തുമ്പോഴേക്കും ബീച്ച് ക്ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് ക്ലോസ് ആവുന്ന പറഞ്ഞാൽ 6 മണി വരെ അല്ലേ ബീച്ച് ക്ലോസ് ആവില്ല. 6 മണി വരെ കളിക്കാനൊക്കെ സമ്മതിക്കില്ല. 6 മണി 6:30 വരെ എങ്ങാണ്ടപ്പോഴേക്കും പിന്നെ കയറ്റും. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ജസ്റ്റ് ഒന്ന് പോയി വെറുതെ. അവിടെ ഒരു പാർക്കുണ്ട്, മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ച് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുത്തച്ഛനും ഊഞ്ഞാലുമ്പോൾ ഇരുന്ന് ഇവളെ വിളിക്കാൻ കേട്ടോ. മോളെ എന്ത് ചെയ്താൽ കയറണില്ല പേടിച്ചിട്ട്. അവൾ ആരവിനെ വരെ പേടിപ്പിക്കുക. ആരവ് ഇരുന്നപ്പോൾ പൊട്ടി വീഴും എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് അവൾ കയറി പതുക്കെ ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ അവൾ. അങ്ങനെ ഇപ്പം നല്ല ഭംഗിയാണ്. ഈ ഒരു നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാനും കുട്ടികളെ കൊണ്ടുവരാനും നടക്കാൻ അതിനൊക്കെ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഒരു കായലോരത്ത് ചേർന്ന് തന്നെ നല്ല പഴയ ഞങ്ങളുടെ കാലത്തെ നല്ല ആൽബം സോങ്ങുകളൊക്കെ വെച്ചിട്ട് അവിടെ ഐസ്ക്രീമും ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമും അങ്ങനെ ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങി കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ ഒരു അവിയൽ പരുവത്തിലുള്ള വീഡിയോ നിങ്ങളെ മടുപ്പിച്ചില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും സിനിമ നെക്സ്റ്റ് സ്റ്റുഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.